കോളേജിൽ സ്ഥിരമായിട്ട് കളിയാക്കൽ മേടിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവനാണെങ്കിൽ ആരുടെയെങ്കിലും വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രത്യേക ശക്തി കിട്ടുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ അൺഹീലർ എന്ന് പറഞ്ഞ് 2020 ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമയുടെ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ഫ്ലൂഗർ എന്ന് പറഞ്ഞൊരു കിളവനാണെങ്കിൽ അവിടെ ഒരു കുഴി കുത്താൻ വരുന്നതാണ്. അവനവിടെ വലിയൊരു കുഴി കുത്തിയ ശേഷം അതിൻ്റെ അടുത്ത് നിന്ന് തലയോട്ടി എടുക്കും. പെട്ടെന്നാണ് ഒരു ഇടിമിന്നൽ വരുന്നത്, ഇവൻ തെറിച്ചു പോകുന്നതും. അത് കഴിഞ്ഞ് അവന് പിടികിട്ടും അവനെന്തോ ശക്തി കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഒരു രാക്ഷസ ചിരിയും ചിരിച്ച ശേഷം വണ്ടിയും എടുത്ത് തിരിച്ചു പോകും. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ഈ സിനിമയിലെ നായൻ അവിടെ കെല്ലീനെയാണ്. അവനിങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ്റെ കോളേജിലെ കുറേ സീനിയേഴ്സ് വന്ന് അവനെ കളിയാക്കുന്നത്. ഇവനെ കളിയാക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇവന് പൈക്കാന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ടായിരുന്നു. അതായത് ഇവനാണെങ്കിൽ ഫുഡിന് പകരം പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ റബ്ബറൊക്കെ കഴിക്കുന്ന ഒരു അസുഖമായിരുന്നു. അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡൊമിനിക്ക് വന്ന് അവരെ എതിർക്കാൻ നോക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവരെല്ലാം കൂടെ ചേർന്ന് ഇവനെ വേസ്റ്റ് ഒക്കെ തലകഴിയായിട്ട് മുക്കും. എന്നിട്ട് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടുകയും ചെയ്യും. പിന്നീട് അവൻ കോളേജിലേക്ക് വന്നപ്പോൾ വളരെ വിഷമത്തിലായിരുന്നു വന്നത്. കാരണം എന്ന് വെച്ചാൽ ആ വീഡിയോ വൈറലായിട്ട് അവിടെയുള്ള എല്ലാ പിള്ളേരും അവനെ നോക്കി കളിയാക്കുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാണ് അവനിങ്ങനെ ഈറ്റിംഗ് ഡിസോർഡർ ഉള്ളതുകൊണ്ട് വയറുവേദന എടുത്ത് കിടപ്പിലാകുന്നത്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ ചോദിക്കും ഇവൻ്റെ അസുഖം മാറാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. അപ്പോൾ ഡോക്ടർ ഇവന് ശരിക്കും ട്രീറ്റ്മെൻറ്റ് സൈക്കോളജിക്കലായിട്ടാണ് വേണ്ടത്, കാരണം ഇത് ശരിക്കും ഒരു അസുഖമല്ല, ഇവൻ്റെ മെൻ്റലി ഉള്ള ഒരു പ്രശ്നമാണെന്നൊക്കെ പറയും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഫ്ലൂഗറിനെയാണ്. അവനാണെങ്കിൽ ആളുകളെല്ലാം ഹീൽ ചെയ്യിക്കാനുള്ള ശക്തി കിട്ടിയോണ്ട് അത് വെച്ച് അവൻ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ചെന്നിട്ട് അവന് പ്രത്യേക കഴിവുണ്ടെന്നും ആളുകളുടെ അസുഖമെല്ലാം ഭേദമാക്കാമെന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഒരു കിളവിയെ വിളിക്കും. പുള്ളിക്കാരത്തേക്കാണെങ്കിൽ മര്യാദയ്ക്ക് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇവൻ തൊട്ട ശേഷമാണെങ്കിൽ അവർക്ക് നടക്കാനുള്ള ശക്തി കിട്ടും. അതോടുകൂടി അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം കൈയടിക്ക് ഇവൻ ഒരുപാട് പൈസ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് റെഡ് എൽക്ക് എന്ന് പറഞ്ഞൊരു പുള്ളി കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ റെഡ് എൽക്ക് എന്ന് ഫ്ലൂവറിന് പറയും ഇവന് ശരിക്കും ശവകുടീരത്തിൽ നിന്ന് കിട്ടിയ ശക്തിയല്ല ഇത് ഒരുപാട് കാലങ്ങൾ മുമ്പുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഈ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ആ ശക്തി എപ്പോഴും ആ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ശക്തിയാണെങ്കിൽ ഇതുപോലെ പൈസയ്ക്ക് വല്ല ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഉറപ്പായിട്ടും ആ ശക്തി കൊണ്ട് തന്നെ മരിച്ചിട്ട് അത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമെന്ന് പറയും. പക്ഷേ ഫ്ലൂവർ ആണെങ്കിൽ റെഡ് എൽക്കിൻ്റെ വാക്ക് കേൾക്കാതെ അവനെയും തെറി വിളിച്ച ശേഷം അവിടെ നിന്ന് പോകും. ഇതെല്ലാം കഴിഞ്ഞ് ഫ്ലൂവറിൽ നിന്ന് കെല്ലിയുടെ അടുത്തേക്കാണ് അവനെ വയറുവേദന ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ ചെന്ന് കെല്ലിയെ തൊടുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ എല്ലാം നെഗറ്റീവായിട്ടായിരുന്നു എഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ 2-3 ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി കഴിയുമ്പം ഇവൻ നെഞ്ചുവേന വന്ന് അവിടെ വീണ് മരിക്കും. അങ്ങനെ ഫ്ലൂഗർ ആണെങ്കിൽ നെഞ്ചുവേന വന്ന് മരിച്ചുകൊണ്ട് പോലീസുകാർക്ക് ഒരു സംശയമൊന്നുമില്ലായിരുന്നു. ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞാണ് കെല്ലിക്ക് പതിയെ ബോഡി ചേഞ്ച് എല്ലാം വന്നു തുടങ്ങുന്നത്. അവൻ നോക്കുക അവൻ്റെ വിരലിലാണെങ്കിൽ വന്ന മുറിവൊക്കെ ഉണങ്ങാൻ തുടങ്ങിയായിരുന്നു. പിന്നീട് അവൻ കോളേജിലേക്ക് പോകുന്ന വഴിക്കാണ് അവനെ ബുള്ളി ചെയ്തുകൊണ്ട് നൃത്തം വന്ന് ഇവനെ ദേഷ്യപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇവന് ഇടിക്കാനൊക്കെ നോക്കും. പക്ഷേ ഇടിയെല്ലാം തിരിച്ച് അവനെ തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കെല്ലിക്കൊന്നും കിട്ടുന്നില്ലെന്ന് കണ്ട് അവനാണ് ദേഷ്യം വന്ന് പലകെടുത്ത് കെല്ലിനെ അടിക്കും. പക്ഷേ ആ അടി അവനെ തന്നെയായിരുന്നു തിരിച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൺഫ്യൂഷനായി അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അന്നേരമാണ് കെല്ലിക്ക് പിടി കിട്ടുന്നത്. ഇപ്പോൾ കിട്ടിയ ശക്തി എന്ന് വെച്ചാൽ ആരിവനെ ഉപദ്രവിച്ചാലും അത് തിരിച്ച് അവർക്കിട്ട് തന്നെ കിട്ടുന്നതാണെന്ന്. പിന്നീട് തിരിച്ചു വരുന്ന വഴിക്കാണ് അവിടെ ഒരു പിസ്സ പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവന് ജോലി കിട്ടുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷമാണെങ്കിൽ അവൻ്റെ ശക്തി ഉപയോഗിച്ച് അങ്ങനെ പൈസ ഉണ്ടാകുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് അങ്ങോട്ട് അവൻ്റെ അമ്മ വരുന്നതും അവനാണെങ്കിൽ അമ്മയ്ക്ക് അവൻ്റെ ശക്തികളെല്ലാം കാണിച്ചു കൊടുക്കുന്നതും. പക്ഷേ അവൻ്റെ അമ്മയാണെങ്കിൽ അത് വെച്ച് പൈസ ഉണ്ടാക്കുന്നതിന് എതിർക്കും. കാരണം എന്താണെങ്കിൽ നാളെ അത് ഇവനെ തന്നെ ബാധിക്കുമെന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ശക്തി ആരും അറിയാതെ രഹസ്യമായിട്ട് തന്നെ വെക്കണമെന്ന് അവനോട് പറയും. പിറ്റേ ദിവസമാണ് അവൻ കോളേജിൽ ഇരിക്കുമ്പോഴത്തേക്കിനും അവൻ്റെ തൊട്ട് ഫ്രണ്ടിനെ ഡൊമിനിക്കിന് ബുഷ് താഴോട്ട് വീഴുന്നത്. അവനാണെങ്കിൽ ആ ബുഷിലെ ടാഗ് തിന്നിട്ട് ആ ബുഷ് തിരിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ ഡൊമിനിക്കും അവനും കൂടെ ബന്ധപ്പെടുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് അവൻ നോക്കുമ്പോഴത്തേക്കിനും ഡൊമിനിക്കിനും അതേ ഫീലിംഗ് ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോഴാണ് അവനൊരു കാര്യം പിടികിട്ടുന്നത്. അവൻ ആറേറ്റ് വസ്തു കഴിച്ച ശേഷം ചിന്തിക്കാൻ തുടങ്ങി അവർക്കും അതേ ഫീൽ വരുമെന്ന്. പിന്നീട് അവനാണെങ്കിൽ ഡൊമിനിക്കിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സാറെ പറ്റി ഓർക്കാൻ തുടങ്ങും. അങ്ങനെ അവർക്ക് 3 പേർക്കും ക്ലാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് വന്നുകൊണ്ടേയിരിക്കും. പിന്നീട് 3 പേരുടെയും ഫീലിങ്സ് ആണ് മൂർധനാവസ്ഥയിലേക്ക് പോയിട്ട് 3 പേർക്ക് ഒരുമിച്ച് പോകും. പെട്ടെന്നാണ് കെല്ലി ആണെങ്കിൽ പാൻറ്റ് കുത്തിപ്പിടിച്ച് മുള്ളാൻ പോകാന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുന്നത്. അന്ന് രാത്രി കോളേജിലെ പിള്ളേരെല്ലാം കൂടെ നൈറ്റ് പാർട്ടി നടത്തും. അന്നേരമാണ് ഇവനെ ബുള്ളി ചെയ്തുകൊണ്ടിരുന്ന ഗാങ്ങി എന്ന ഡൊമിനിക്കിനെ കയറി പിടിക്കുന്നത്. കെല്ലിക്ക് ഇത് കാണുമ്പോൾ സഹിക്കത്തില്ല. അമ്പോയി അവിടെ പോയി അവരുമായിട്ട് കയറി ഓടക്കുണ്ടാക്കും. പെട്ടെന്നാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ആ സ്കൂളിൽ തന്നെ ഫുട്ബോൾ കോച്ചും അതുപോലെ തന്നെ ഈ ബുള്ളീസ് 2 പേർ അപ്പനുമായിട്ടുള്ള വൈറ്റ് കോം അങ്ങോട്ട് വരുന്നത്. പുള്ളി വന്ന പ്രശ്നം അവിടെ വെച്ച് ഡീലാക്കി വിടും. പക്ഷേ അന്ന് വൈകുന്നേരം കെല്ലി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ആ ബുള്ളീസ് ഗാങ് പുറകെ കാർ ഓടിച്ച് അവനെ ഇടിക്കാൻ വരുന്നത്. അങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരുന്നവൻ കെല്ലിയുടെ മുഖത്തൂടെ കാർ കയറ്റി ഇറക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും ആ കാർ ഓടിച്ചുകൊണ്ടിരുന്നവൻ തന്നെ അപകടം പറ്റുകയും ചെയ്യും. അപ്പോഴത്തേക്കും ആ സീൻ കണ്ടുകൊണ്ട് ഡൊമിനിക്ക് സാറേ അങ്ങോട്ട് വരും. കെല്ലിയാണെ ഡൊമിനിക്കിനെ മാറ്റി നിർത്തി അവൻ്റെ ശക്തിയെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയെല്ലാം അവളോട് പറഞ്ഞ് മനസ്സിലാക്കും. അതുപോലെ തന്നെ ആരോടും പറയില്ലെന്നും പറയും. ഇതേസമയം ആക്സിഡൻറ്റിനെ പറ്റി പോലീസ് ബുള്ളീസിനോട് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയും കാർ ആക്സിഡൻ്റ് ആയതാണെന്ന് പറയും. പിന്നീട് ഒരു റെഡ് എൽക്കാണെങ്കിൽ കെല്ലിയെ കാണാൻ വരും. എന്നിട്ട് ഫ്ലൂഗറിന് കൊടുത്ത് അതേ വാണെങ്കിൽ കെല്ലിക്കും കൊടുക്കും. പക്ഷേ കെല്ലിയാണെങ്കിൽ പെട്ടെന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നീട് കോളേജിൽ വെച്ചാണ് ഡൊമിനിക്കും കെല്ലിയും തമ്മിൽ സെറ്റായിട്ട് അവർ സന്തോഷത്തോടെ പോകും. പുള്ളീസിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അമ്മാരാണെങ്കിൽ കെല്ലിക്കിട്ട് പണിയാൻ തന്നെ പ്ലാൻ ഇടും. അങ്ങനെ അന്ന് വൈകുന്നേരം അമ്മ കെല്ലിയുടെ വീടിൻ്റെ അടുത്തായിട്ട് ഇരുന്നിട്ട് കെല്ലിയുടെ വീട് തകർക്കാൻ വേണ്ടി പ്ലാൻ ഇടും. ഇതേ സമയം കെല്ലിയാണെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് മരുന്ന് മേടിക്കാൻ പുറത്തോട്ട് പോകുമായിരുന്നു. ശിവമാരോറും പോയത് അവൻ്റെ അമ്മയാണെന്ന് കെല്ലി അകത്ത് വന്നോട്ട് ആ ട്രെയിലർ അമ്മാരെ ട്രക്കുമായിട്ട് കണക്ട് ചെയ്യും. അതേശേഷം ട്രക്ക് ഉപയോഗിച്ച വീട് തകർത്തിട്ട് അമ്മാർ അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ കെല്ലിയുടെ അമ്മയാണെങ്കിൽ ആ വീടിൻ്റെ അകത്ത് കുടുങ്ങി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയത്താണ് അവിടുത്തെ ഗ്യാസ് ഓണാകുന്നത്. അങ്ങനെ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൻ്റെ ഇടയിൽ കെല്ലിയുടെ അമ്മയുടെ കൈ തട്ടി അവിടുത്തെ ലാമ്പ് താഴോട്ട് വീഴുകയും വീടിൻ്റെ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യും.
കെല്ലി തിരിച്ചു വരുമ്പോൾ കാണുന്നത് അവൻ്റെ വീട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവൻ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മയുടെ വെന്ത ശരീരം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വിഷമത്തോടെയും ദേഷ്യത്തോടെയും കിടക്കുന്ന കെല്ലിനെയാണ്. ഇതേസമയത്ത് പോലീസുകാരൻ അന്വേഷിക്കാൻ വന്നിട്ട് ഡോക്ടറോട് പറയും എക്സ്ട്രാ ഒരു ദിവസം കൂടി ഇവനെ അവിടെ ഇടണം. അതേസമയത്ത് പോലീസുകാരൻ പോയി ഇവന് പറ്റിയ ഒരു അനാഥാലയമൊക്കെ കണ്ടുപിടിക്കുക, ഇവന് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ പോലീസുകാരൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് അങ്ങോട്ട് റെഡ് എൽക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നത്, അവൻ്റെ മാജിക് പവറിനെ പറ്റിയൊക്കെ. ഇതേക്കുന്ന പോലീസുകാരൻ ഇതിലൊന്നും വിശ്വസിക്കത്തില്ല. അപ്പോൾ ഇതിന് റെഡ് എൽക്ക് പറയും എന്നേലും വിശ്വാസം തോന്നുമ്പോൾ ഇവനെ വന്ന് കാണാൻ പറയും. പിന്നീട് നമ്മളെ കാണിക്കുന്ന കെല്ലിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ ശവാടൊക്കെ കഴിഞ്ഞ് സങ്കടം കാരണം ഫ്ലൂഗറിൻ്റെ ശവക്കുടീരത്തിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കുക. പിന്നീടാണ് അവനെ കാണാൻ ഡൊമിനിക്ക് അങ്ങോട്ട് വരുന്നതും അവനെ ആശ്വസിപ്പിക്കുന്നതുമൊക്കെ. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് റൊമാൻറ്റിക്കായിട്ട് ഒരു കിസ്സൊക്കെ അടിക്കും. അതെല്ലാം കഴിഞ്ഞ് അവൾ പോയി കഴിയുമ്പോഴാണ് അവനാണെങ്കിൽ ഫ്ലൂഗറിനെ അടക്കിയെടുത്ത് പ്രത്യേക സൈസിൽ ഒരു ചെടി വളരുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഇല കഴിക്കാൻ നോക്കുന്നത്. ആ ഇല കഴിച്ച ഉടനെ തന്നെ അവൻ്റെ ശക്തി കുറയും, അവന് പെട്ടെന്ന് എന്തൊക്കെ അസുഖം വന്ന് വീഴുകയും ചെയ്യും. ഇതെല്ലാം ഡൊമിനിക്കിൻ്റെ കൂടെ അങ്ങോട്ട് വന്ന സാറയാണെങ്കിൽ ഒളിഞ്ഞ് നിന്ന് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പിന്നീട് അവനെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന പോലീസുകാരനാണെങ്കിൽ ആ വീട് താഴെ വീണതിനെ പറ്റി പറയും. അന്നേരം പിന്നെ മനസ്സിലാൻ തീ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ആരോ ആ വീട് മറിച്ചിടാൻ നോക്കിയിട്ടുണ്ടെന്ന്. പിന്നീട് പോലീസുകാരൻ്റെ കൂടെ അവൻ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് അവനെ ബുള്ളി ചെയ്തുകൊണ്ടിരുന്ന ടീംസ് വന്ന് അവൻ്റെ അമ്മ മരിച്ചതിനെ പറ്റി പറഞ്ഞ് ഇവനെ കളിയാക്കുന്നത്. അപ്പോൾ തന്നെ ഇവന് കാര്യം പിടികിട്ടിട്ട് അവനാണെങ്കിൽ പോലീസുകാരൻ്റെ കാറിൽ നിന്ന് എടുത്ത് ചാടും. അങ്ങനെ ആ ഗാങ്ങിനെ ഫോളോ ചെയ്തു പോയി അവൻ കാണുന്നത് വെച്ചാൽ ഗാങ്ങിലെ എല്ലാവരും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതായിരുന്നു. കെല്ലി അവിടെ ഒളിച്ചതിന് ശേഷം അതിലൊരുത്തൻ്റെ നിക്കർ എടുത്തിട്ട് അതിലൊരു ഭാഗം കഴിക്കും. പിന്നീട് അവൻ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേനും കെല്ലിയാണെങ്കിൽ സ്വയം കഴുത്തി കുടുക്കിട്ട് മുറുക്കാൻ തുടങ്ങും. അങ്ങനെ ആ പുള്ളികളുടെ ഗാങ്ങിലുണ്ടായ ഒരുത്തനാണെങ്കിൽ ശ്വാസം മുട്ടി വെള്ളത്തിൻ്റെ അടി വെച്ച് തന്നെ മരിക്കും. ഇത് കാണുന്ന കെല്ലിയാണെങ്കിൽ അങ്ങോട്ട് ചിരിച്ചോണ്ട് എന്നിട്ട് ഇനി ആർക്കാ മരിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കിനുമാണ് ബാക്കിയുള്ളവർ പേടിച്ച് ഓടുന്നതും അങ്ങോട്ട് പോലീസുകാരൻ വരുന്നതും. പോലീസുകാരനെ കണ്ട ഉടനെ തന്നെ കെല്ലിയാണ് അവിടെ നിന്ന് മാറിപ്പോകും. പിന്നീട് ആ ഗാങ്ങിലുള്ളവരെല്ലാം പോലീസുകാരനോട് കെല്ലിയെപ്പറ്റിയുള്ള ഈ കാര്യങ്ങളെല്ലാം പറയും. അന്നേരം പതിയെ പോലീസുകാരന് തോന്നി തുടങ്ങും അന്ന് റെഡ് എൽക്ക് പറഞ്ഞില്ല എന്തോ കാര്യമുണ്ടെന്നൊക്കെ. പിറ്റേ ദിവസമാണ് കെല്ലിയാണെങ്കിൽ ദേഷ്യത്തോടെ കയറി ചെന്ന് ആ പുള്ളീസിൽ തന്നെ ടോണിൻ്റെ പേരുള്ളവർ തന്നെ കളയാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ തലേദിവസം അവൻ്റെ കൂട്ടുകാരനെ കൊന്നത് കെല്ലിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവന്മാർ തമ്മിൽ ഉടക്കുണ്ടാക്കുമ്പോഴാണ് നെൽസൺ എന്ന് പറഞ്ഞ ലീഡറായിട്ടുള്ളവൻ വന്ന് ആ ടോണിനെ പിടിച്ച് മാറ്റുന്നത്. അപ്പോൾ വീണ്ടും ടോണിക്ക് ദേഷ്യം വരാൻ വേണ്ടി കെല്ലിയാണെങ്കിൽ ടോണിയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സാറാനെ പോയി കളയാക്കിക്കൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ ടോണിക്ക് ദേഷ്യം വന്നിട്ടാണെങ്കിൽ അവിടെ ഈ ആസിഡ് എടുത്ത് കെല്ലിയുടെ മുഖത്തോട്ട് വയ്ക്കും. അപ്പം തന്നെ ടോണിയുടെ മുഖമെല്ലാം പുള്ളി അവൻ താഴെ വീണ് മരിക്കും. ഇത് കണ്ട് ദേഷ്യം വന്ന സാറാണെങ്കിൽ ഓടി വന്ന് കെല്ലിയുടെ ബോൾസെൻ്റ് കയറി ഒറ്റ ഇടി ഇടിക്കും. ഉടനെ തന്നെ സാറെ അവിടെ ഇരുന്നങ്ങ് പോകും. കെല്ലിയുടെ ഈ മാറ്റമെല്ലാം കണ്ട ഡൊമിനിക്കാണ് പേടിച്ചിരിക്കും. അന്നേരമാണ് ടീച്ചർ വിളിച്ചിട്ട് പോലീസുകാരൻ അങ്ങോട്ട് വരുന്നതും കെല്ലി ഇറങ്ങി ഓടുന്നതും. അന്ന് രാത്രിയാണെങ്കിൽ സാറ് നെൽസനോട് കെല്ലിയുടെ വീക്ക്നെസ് ആയിട്ടുള്ള ആ ചെടിയെപ്പറ്റി പറയും. അങ്ങനെ ഇവരുടെ കൂടെ രാത്രി ഫ്രീഗറിൻ്റെ ശവക്കല്ലറയിലോട്ട് പോയിട്ട് അവിടുന്ന് ആ ചെടിയെല്ലാം ശേഖരിച്ചുകൊണ്ട് വരും. പിറ്റേ ദിവസം പോലീസുകാരൻ നെൽസനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് കെല്ലി കയറി വരും. എന്നിട്ട് അവനാണെങ്കിൽ നെൽസൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഭാഗം കഴിയും. ഇതേസമയം നെൽസൺ ഓടിപ്പോയി ഒരു സിലിണ്ടർ എടുക്കും. ആ സിലിണ്ടറിൻ്റെ അകത്ത് തലേദിവസത്തെ ആ ചെടിയുടെ ഭാഗമെല്ലാം ജ്യൂസാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷേ അവനത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കെല്ലിയാണെങ്കിൽ ഡ്രില്ലർ ഉപയോഗിച്ച് സ്വന്തം കാല് തുളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വേദനയെല്ലാം നെൽസനായിട്ട് കിട്ടിക്കൊണ്ടിട്ട് അവൻ നിലത്ത് വീണ് കരയാൻ തുടങ്ങും. അന്നേരം അവനെ ഡൊമിനിക്ക് അങ്ങോട്ട് ഓടി വന്ന് കെല്ലിയോടെല്ലാം നിർത്താൻ പറയുന്നത്. അങ്ങനെ കെല്ലിയാണെങ്കിൽ തൽക്കാലത്തേക്ക് നിർത്തുമ്പോഴാണ് നെൽസൺ ഓടി ചെന്നിട്ട് ആ സ്പ്രേ എടുത്ത് കെല്ലിയുടെ ദേഹത്തോട് ചീറ്റിക്കുന്നത്. അങ്ങനെ കെല്ലിയാണെങ്കിൽ വീക്കായിട്ട് അവിടെ ഇരിക്കും. ഈ സമയം നോക്കി നെൽസൻ്റെ അപ്പനായിട്ടുള്ള വൈറ്റ് കോമ്പ് പോലീസുകാരൻ്റെ തോക്കും തട്ടിപ്പറിച്ച് ഓടി ചെന്ന് കെല്ലിക്കിട്ട് വെടിവെക്കും. സ്പോട്ടിൽ തന്നെ വൈറ്റ് കോമ്പും മരിക്കും. അതുപോലെ തന്നെ കെല്ലിയാണെങ്കിൽ നെൽസൻ്റെ ഡ്രസ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നെൽസണും മരിച്ചു വീഴും. ഇതെല്ലാം കാണുന്ന ഡൊമിനിക്കാണെങ്കിൽ കെല്ലിയോട് വീണ്ടും അപേക്ഷിച്ചുകൊണ്ടിരിക്കും ആ ശക്തി എങ്ങനെയും ഉപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ കെല്ലി പോലീസുകാരനോട് സഹായം ചോദിക്കുകയും പോലീസുകാരൻ ചെന്ന് റെഡ് എൽക്കിനോട് പറഞ്ഞ് അവരൊരു പൂജ നടത്താൻ തീരുമാനിക്കും. പക്ഷേ പൂജ നടത്തിയിട്ട് അവനൊരു മാറ്റം സംഭവിക്കുന്നില്ലായിരുന്നു. അപ്പോൾ റെഡ് എൽക്ക് പറയും ആ ശക്തിക്കാണെങ്കിൽ ഇവൻ്റെ ശരീരം ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് അത് പോകാത്തതെന്നും അതുപോലെ തന്നെ ഇവൻ്റെ ശക്തി കൂടി വരുവാണ്, ഇനി തൊട്ട് ഇവൻ ആരെ തൊട്ടാൽ പോലും പിന്നീട് ഇവനുണ്ടാകുന്ന ഫീലിങ്സ് എല്ലാം അവർക്കും വരുമെന്ന് പറയും. അത് കഴിഞ്ഞ് റെഡ് എൽക്കാണെങ്കിൽ പൂജ വീണ്ടും ശക്തിയോടെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അതിന് തൊട്ടും പറ്റി ഡൊമിനിയും കെല്ലിയും തമ്മിൽ ഉമ്മ വെക്കും. അന്നേരമാണ് കെല്ലിക്കെതിരെ പരാതി കിട്ടിയോടെ പോലീസുകാരെല്ലാം അവിടെ വളയുന്നത്. പെട്ടെന്നാണ് കെല്ലിയാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ കെല്ലിക്കിട്ട് വെടിവെക്കുന്നത്. അങ്ങനെ ആ വെടിയാണെങ്കിൽ കെല്ലി ഉമ്മ കൊടുത്തുകൊണ്ട് ഡൊമിനിക്കിനും കിട്ടും. അതുപോലെ തന്നെ കെല്ലിക്കിട്ട് വെടിവെച്ചുകൊണ്ട് പോലീസുകാരനിട്ട് തിരിച്ച് കിട്ടും. പിന്നീട് കെല്ലി എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ഡൊമിനിക്ക് മരിക്കാറായി കിടക്കുമായിരുന്നു. അങ്ങനെ മരിക്കുന്ന തൊട്ടും പോയിട്ട് അവനാണെങ്കിൽ ഡൊമിനിക്കിന് ഉമ്മ കൊടുക്കും. ഡൊമിനിക്കിൻ്റെ മരണത്തെ സങ്കടത്തിലായ കെല്ലിയാണെങ്കിൽ അവൻ്റെ ശക്തിയെല്ലാം വിട്ട് കളഞ്ഞേക്കാൻ തീരുമാനിക്കും. അങ്ങനെ ആ ചെടിയുടെ ഇല വളർന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൂഗറിൻ്റെ ദേഹത്തിൽ ഒരു പാർട്ടെടുത്ത് അവൻ കഴിക്കും. അതോടുകൂടി അവൻ്റെ ശക്തിയെല്ലാം പോയിട്ട് അവൻ മരിച്ചു വീഴും. പിന്നീട് ഡൊമിനിക്കിൻ്റെയും കെല്ലിയുടെയും ബോഡിയാണെങ്കിൽ ആംബുലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഡൊമിനിക്കാണെങ്കിൽ തിരിച്ച് എഴുന്നേറ്റ് വരുന്നത്. കാരണം കെല്ലി മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം ടച്ച് ചെയ്ത് ഇവളെയായിരുന്നു. അതുകൊണ്ട് കെല്ലിയുടെ ശക്തിയല്ലേ ഇവൾക്ക് കിട്ടിയായിരുന്നു.